കേരളത്തിലെ യുവാക്കളെയും കുട്ടികളെയും രക്ഷിക്കാൻ അവസാനം അങ്ങനെ സാക്ഷാൽ ഗവർണർ തന്നെ ഇടപെട്ടിരിക്കുകയാണ്. ലഹരി ആക്രമണത്തിനെതിരെ സർക്കാർ നടപടികൾ സ്വീകരിക്കാത്തതിനാലാണ് ഇപ്പോൾ സർക്കാരിനെ അറിയിക്കാതെ ലഹരിക്കെതിരെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുന്നിട്ടിറങ്ങിയത്. പോലീസിന്റെ ഡി ഹണ്ട് ഓപ്പറേഷൻ മാത്രമാണ് ലഹരിയെ ചെറുക്കാൻ ഇപ്പോൾ നിലവിലുള്ളത്. എക്സൈസ്, പോലീസ് എന്നിവരെ ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനം തുടങ്ങിയിട്ടില്ല. എന്നാൽ തന്റെ പദ്ധതിയുമായി അവർ ഉടൻ തന്നെ സഹകരിക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ക്യാമ്പസുകൾ ലഹരിമുക്തമാക്കാനുള്ള തന്റെ ആക്ഷൻ പ്ലാൻ നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ വൈസ് ചാൻസലർമാരോട് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് എംപിമാരെയും സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെയും ഡൽഹിയിൽ വിളിച്ചു ചേർത്ത് യോഗം നടത്തി. 12 VC-മാരും 2 രജിസ്ട്രാർമാരും രാജ്ഭവനിൽ ഗവർണർ വിളിച്ച യോഗത്തിനെത്തി. ലഹരിയോട് സന്ധിയില്ല എന്ന ക്യാമ്പയിന് ഗവർണർ നേതൃത്വം നൽകി. ഈ നയം പ്രഖ്യാപിച്ച് വൈസ് ചാൻസലർമാർ മുന്നോട്ടു പോകണം. ഗവർണറുടെ പദ്ധതി പ്രകാരം ലഹരി ഉപയോഗിക്കുന്നതിൽ 90% 15 മുതൽ 25 വരെ പ്രായമുള്ളവരാണ്. സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും നിരന്തരം അതിശക്തമായി പരിശോധനകൾ നിർബന്ധമാക്കണം. ആവശ്യമെങ്കിൽ പോലീസിനെ ക്യാമ്പസിൽ പ്രവേശിപ്പിച്ച് പരിശോധന നടത്താം. അതുകൂടാതെ മാസത്തിലൊരു ദിവസം ലഹരിമുക്ത ദിനമായി ആചരിക്കണം. അന്ന് വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം. ക്യാമ്പയിന് കേന്ദ്രത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും പണം ലഭ്യമാക്കും. വിദ്യാർത്ഥികളിൽ 2% മാത്രമാണ് ലഹരി ഉപയോഗിക്കാത്തത്. വിദ്യാർത്ഥികളിൽ 2% മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നത്. അവരെ പോലെ ലഹരി അടിമകളായിട്ടുള്ളവരെ നേരെയാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ചികിത്സ നൽകി പുനരധിവസിപ്പിക്കണം. മറ്റുള്ളവർ ലഹരി ഉപയോഗത്തിലേക്ക് വീഴാതെ നോക്കണം. ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം പരിശോധിക്കാൻ സംവിധാനമുണ്ടാകണം. ഡ്രോൺ, നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. കാർഷിക സർവകലാശാലയിൽ ഹോസ്റ്റലുകളിലടക്കം ലഹരി ഉപയോഗം കണ്ടെത്താൻ രാത്രിയിൽ VC, ഡീൻ, വാർഡർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നിരന്തരം പരിശോധനയുണ്ടെന്ന് VC ഡോക്ടർ B. അശോക് പറഞ്ഞു. ലഹരി ഉപയോഗം കണ്ടെത്തിയിട്ടില്ല. സമാന നടപടികൾ VC-മാരുടെ നേതൃത്വത്തിൽ എല്ലായിടത്തും വേണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. സ്കൂളുകളിലടക്കം ബോധവൽക്കരണത്തിന് ആരോഗ്യ സർവകലാശാല നേതൃത്വം നൽകണം. നടപടികൾ ഏകോപിപ്പിക്കാൻ കേരള ആരോഗ്യ സർവകലാശാലകളുടെ മേൽനോട്ടം VC ഡോക്ടർ മോഹനാൻ കുന്നുമേലിനെ ഗവർണർ നിയോഗിച്ചു. ഇന്ന് നടന്ന യോഗത്തിൽ നിന്നും കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഗവർണർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവുമെന്ന് കണ്ടറിയാം. സംസ്ഥാന സർക്കാരിന് കഴിയാത്തത് സംസ്ഥാന ഗവർണർ തന്നെ ചെയ്തു കാണിക്കും. അതിന്റെ മുൻ ഒരുക്കമാണ് ഇന്നും ഇന്നലെയും രാജ്ഭവനിൽ നടന്ന യോഗങ്ങൾ. കേരളത്തിലെ യുവാക്കളെയും കുട്ടികളെയും രക്ഷിക്കാൻ അവസാനം അങ്ങനെ സാക്ഷാൽ ഗവർണർ തന്നെ ഇടപെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.